ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് വളരെ നീറ്റായിട്ടും കറക്റ്റായിട്ടും വെക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മെറ്റീരിയലായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാനിവിടെ ഒരു പീസ് തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാൽ ഭാഗം മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സിബ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വെക്കേണ്ടത് ആ ഒരു രീതിക്ക് വെച്ചതിന് ശേഷം അതിനെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വെച്ചത്. അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേൾ പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇനി താഴ്ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്, കാരണം സിബ് തെന്നി മാറാതിരിക്കാൻ. പിന്നെ വേണ്ടത് നമുക്ക് ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം. സിംഗിൾ ഫൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതായത് 1 ഫൂട്ട്. അതൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തൊണ്ട ആകെ പോയി കിടക്കുകയാണ്, ഒന്നും വിചാരിക്കല്ലേ. നമുക്കിങ്ങനെ നീറ്റായിട്ട് എത്രയാണോ അത്രയും തെല്ലിന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മളെ ബാലൻസ് സിബ് ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സിബ് കറക്റ്റാണോ വെച്ചത് എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു കൊടുത്ത് നോക്കാം. അതെ, സിബ് കറക്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോൾ ഇട്ട് കൊടുക്കണമെന്ന്. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ബാലൻസ് പീസ് ഉള്ളിലേക്ക് ആക്കി വെച്ചത്. അപ്പോൾ ഇനി ആ ബാലൻസ് പീസിനെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ വരയിൽ തന്നെ, ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഇതിൽ തന്നെ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം എത്ര നീറ്റായിട്ട് നമുക്ക് സിബ് കിട്ടി, കാണുന്ന പോലുമില്ല. ഇത് ഞാൻ